ഹലോ ഡിയേഴ്സ്, ഇന്നൊരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് ചെയ്യുന്നത്. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ വീഡിയോ കാണുന്നത് അപ്പോൾ മുതൽ നിങ്ങൾക്ക് റെസൊനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. പോസിറ്റീവായിട്ടിരിക്കുക, തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രദ്ധിക്കുക. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസ് ആവാം ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് റെസൊനേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടുകളയുക. നെഗറ്റീവ്സിനെ ജീവിതത്തിലോട്ട് അട്രാക്റ്റ് ചെയ്യാതിരിക്കുക. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ് നോക്കുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഞാൻ കാണുന്ന ഒരു ഹീലിംഗ് ആണ്. നിങ്ങൾ രണ്ടുപേരും പാസ്റ്റിൽ ഒരുപാട് പ്രോബ്ലംസിലൂടെ ആയിരിക്കാം കടന്നു പോയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ നിങ്ങളുടെ രണ്ടുപേരുടെയും സോൾ ഹീലാവുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷേ ആ പാസ്റ്റിലുണ്ടായ അനുഭവങ്ങളെല്ലാം തന്നെ ഈ ഒരു സമയം നിങ്ങൾക്ക് മറക്കാൻ സാധിക്കുന്നുണ്ടാവില്ല. അത് ചിലപ്പോൾ നിങ്ങളുടെ ഉറക്കം വരെ കെടുത്തുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെയധികം ഭയമുള്ളതായിട്ടാണ് കാണുന്നത്. വളരെയധികം നിങ്ങൾ ഡിപ്രസ്ഡ് ആണ്, വളരെയധികം സങ്കടത്തിലാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കരയുന്നുണ്ടായിരിക്കാം. വളരെയധികം നെഗറ്റീവായിട്ടുള്ള തോട്ട്സാണ് നിങ്ങൾക്ക് രണ്ടുപേരുടെയും എനർജിയിൽ എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. പക്ഷെ എന്തായാലും ഇവിടെ ഒരു ഹീലിംഗ് നടക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഗ്രോത്ത് കൊണ്ടുവരാൻ രണ്ടുപേരും ഹാർഡ് വർക്ക് ചെയ്യുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഗ്രോത്ത് വരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു. ഞാൻ ആദ്യമേ നിങ്ങളോട് പറഞ്ഞല്ലോ, നിങ്ങൾ രണ്ടുപേരും ഹീൽ ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. രണ്ടുപേരും ഇപ്പോൾ റെസ്റ്റ് ആയിരിക്കാം. റെസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് നിങ്ങൾ ഡേ ടു ഡേ ലൈഫിൽ റെസ്റ്റ് എന്നല്ല ഉദ്ദേശിച്ചത്. അതായത് നിങ്ങളുടെ സോൾ എത്രയും നാൾ നിങ്ങളുടെ സോൾ ഒരുപാട് പ്രോബ്ലംസിലൂടെ ആയിരിക്കാം കടന്നു വന്നത്. അപ്പം അതിൻ്റെ മുറിവുകൾ ഉണക്കുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മുറിവുകൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം പാസ്റ്റിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മുറിവുകളെല്ലാം തന്നെ ഇപ്പോൾ ഹീൽ ചെയ്യുന്നതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ രണ്ടുപേരും റിലേഷൻഷിപ്പിൽ ഒരു ഹാർഡ് വർക്ക് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. രണ്ടുപേരും വിട്ടുവീഴ്ച ചെയ്യാനായിട്ട് ഇപ്പോൾ റെഡിയാണ്. അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ഒരു കോംപ്രമൈസ് ചെയ്യാനായിട്ട് ഈ ഒരു സമയം റെഡി ആയിരിക്കാം. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്, അതായത് നിങ്ങളുടെ പേഴ്സൺ പാസ്റ്റിൽ നിങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ഒരുപാട് സീക്രട്ട് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കാം. അതായത് ആ ഒരു വ്യക്തിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നിങ്ങളെ അവഗണിച്ച സിറ്റുവേഷൻ ആ ഒരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളുമായിട്ടുള്ള ഒരു പാസ്റ്റ് മെമ്മറീസാണ് ഈ ഒരു സമയം ഓർത്തെടുക്കുന്നത്, കാണുന്നത്. അതായത് നിങ്ങളെ തിരികെ അവരുടെ ലൈഫിലേക്ക് വേണം എന്നിപ്പോൾ അതിയായിട്ട് ആഗ്രഹിക്കുന്നതാണ് കാണാൻ സാധിക്കുന്നത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ കാരണം നിങ്ങളെ ഒഴിവാക്കിയ സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി സോൾ ഹീലാവുന്നുമുണ്ട്. അതുപോലെ തന്നെ നിങ്ങളെ പറ്റിയിട്ടുള്ള ഓർമ്മകളിലാണ് ആ ഒരു വ്യക്തി ജീവിക്കുന്നത്. നിങ്ങളുടെ കൂടെയുള്ള ജീവിതമാണ് ലൈഫിൽ സക്സസ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയെ ഇമോഷണലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അല്ലെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി കൊടുത്തിട്ടുണ്ടായിരിക്കാം. ഇപ്പോൾ ആ ഒരു വ്യക്തി അതെല്ലാം മനസ്സിലാക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ ആ ഒരു വ്യക്തിയുടെ കൂടെ നിങ്ങളെന്നുള്ള ഒരു വ്യക്തി ഇല്ലാത്തതിൻ്റെ വിഷമം ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നു. എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെങ്കിലും നിങ്ങളെന്നുള്ളൊരു വ്യക്തി ഇവിടെ ആ ഒരു പ്രസൻസ് ഇല്ലാത്തത് ആ ഒരു വ്യക്തിയെ വല്ലാതെ വേദനിപ്പിക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്.
നിങ്ങളെ ഒരുപാട് മിസ്സ് ചെയ്യുന്നു ഈ ഒരു പേഴ്സൺ. വളരെയധികം സങ്കടത്തിലാണ്. നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ നിങ്ങളുടെ ഓർമ്മകളാണ് ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ നിങ്ങളെപ്പറ്റി ആലോചിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരുപാട് ഡിപ്രഷനും ആങ്സൈറ്റിയും ഒക്കെ ഉള്ളതായിട്ടാണ് കാണുന്നത്. കാരണം ഒരുപാട് പാസ്റ്റിൽ സംഭവിച്ച നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളായിരിക്കാം ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് ഒരു കുറ്റബോധമുള്ളതായിട്ടും അതുപോലെ പശ്ചാത്താപമുള്ളതായിട്ടും കാണുന്നു. ഒന്നും വേണ്ടിയിരുന്നില്ലെന്ന് തോന്നുന്നുണ്ടായിരിക്കാം ഇപ്പോൾ ആ ഒരു പേഴ്സണ്. വളരെയധികം നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട് ഈ ഒരു പേഴ്സൺ. എന്തായാലും നിങ്ങളെപ്പറ്റിയുള്ള ഓർമ്മകളാണ് ഈ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് ഏത് സമയവും കടന്നു വരുന്നത്. പാസ്റ്റിലെ ലെസൺസ് എല്ലാം ഈ ഒരു സമയം മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെ, അല്ലെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. കാരണം ഓൾറെഡി സെപ്പറേറ്റായി നിന്ന സമയത്തായിരിക്കാം നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് ആ ഒരു വ്യക്തി മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ ഒരു വ്യക്തി ഇപ്പോൾ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളുടെ ലൈഫിൽ ഒരു വെളിച്ചം കൊണ്ടുവരണം. നിങ്ങളായിരുന്നു ആ ഒരു വ്യക്തിക്ക് സന്തോഷവും സമാധാനവും കൊടുത്തതെന്ന് ആ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. കാരണം നിങ്ങൾ ഒരുപാട് എനർജി ആ ഒരു വ്യക്തിക്ക് കൊടുത്തിട്ടുണ്ടായിരിക്കാം. ആ ഒരു എനർജി ആ ഒരു വ്യക്തിക്ക് കിട്ടാതായപ്പോൾ നിങ്ങളെ മിസ്സ് ചെയ്യാനായിട്ട് തുടങ്ങി. കാരണം നിങ്ങൾ സെപ്പറേഷനിലായ സമയത്ത് നിങ്ങൾ പൂർണ്ണമായും ആ ഒരു വ്യക്തിയിൽ നിന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്ത സമയത്ത് നിങ്ങളുടെ വാല്യൂ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നിങ്ങളിലേക്ക് വരണമെന്നുള്ള ചിന്തയും ഈ ഒരു വ്യക്തിയിലേക്ക് വന്നു. അതാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സമയം ഈ ഒരു വ്യക്തി തനിച്ചാണെന്നാണ് എനിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങളെ പറ്റിയിട്ടുള്ള ചിന്തകളാണ്. വളരെയധികം മിസ്സ് ചെയ്യുന്നു നിങ്ങളെ. ഇപ്പോൾ നിങ്ങളെയും പ്രതീക്ഷിച്ച് തന്നെ ഈ ഒരു വ്യക്തി ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം കയ്യിലിരിക്കുന്നത് ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഒരാളാണെന്നുള്ളത് ഇപ്പോൾ ഈ ഒരു വ്യക്തി തിരിച്ചറിയുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് നൽകണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ നിങ്ങളെ വളരെയധികം വാല്യുബിളായിട്ടാണ് ഈ ഒരു വ്യക്തി കാണുന്നത്. ഈ ഒരു വ്യക്തിയുടെ എനർജിയിൽ മൊത്തം നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് കേട്ടോ. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളെന്നുള്ള വ്യക്തിയുടെ ഓർമ്മകളിലാണ് ആ ഒരു വ്യക്തി ജീവിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, കെയർ ചെയ്തിട്ടുണ്ടായിരിക്കാം. നിങ്ങളുടെ കാര്യം പോലും മറന്ന് ആ ഒരു വ്യക്തിയെ സ്നേഹിച്ച സിറ്റുവേഷൻസ് വരെ ഉണ്ടായിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി അതെല്ലാം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം ആ ഒരു വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ ആ ഒരു വ്യക്തി എപ്പോഴൊക്കെ നിങ്ങളെ ഓർക്കുന്നു അപ്പോഴെല്ലാം അവരുടെ ആഗ്രഹം മാനിഫെസ്റ്റ് ആവുകയാണ്. എന്തായാലും ഇവിടെ ആ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുടെ പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വ്യക്തിയെ സ്വപ്നം കാണുന്നുണ്ടായിരിക്കാം. അപ്പം അതൊക്കെ ഈ ഒരു വ്യക്തി നിങ്ങളെ ഓർക്കുന്നതിൻ്റെ സൈനാണ്. കാരണം ആ ഒരു വ്യക്തി ഏത് സമയവും നിങ്ങളെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ ആ ഒരു വ്യക്തിയുടെ ആ ഒരു എനർജി ആയിരിക്കാം നിങ്ങളുടെ അരികിലേക്ക് ഏത് സമയവും എത്തുന്നത്. അത് ചിലപ്പോൾ സ്വപ്നങ്ങളായിട്ടായിരിക്കാം, ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവരുടെ ആ ഒരു പ്രസൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കാം. എന്തായാലും ഈ ഒരു സമയം നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ വേണമെന്നാണ് ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ദി സൺ കാർഡ് പറയുന്നത് ഒരു റീയൂണിയനാണ്. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓൾറെഡി എൻഡായി പോയിട്ടുണ്ടെങ്കിൽ അതിനൊരു റീബർത്താണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഹീലിംഗ് എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഒരു ഗ്രോത്തും ഉണ്ടാകുന്നുണ്ട്. രണ്ടുപേരും ചിലപ്പോൾ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ രണ്ടുപേരും ഈ ഒരു സമയം കോംപ്രമൈസിന് റെഡി ആയിരിക്കാം. അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നാൽ കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യാം,
എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എത്തിയിട്ടുണ്ടായിരിക്കാം. എന്തായാലും ആ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം മിസ്സ് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് ഈ ഒരു സ്പ്രെഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. കുറ്റബോധമുണ്ട്, നിങ്ങളോടത് ചെയ്യേണ്ടിയിരുന്നില്ലെന്നുള്ളൊരു കുറ്റബോധമുണ്ട്. എല്ലാ തെറ്റുകളും ഈ ഒരു സമയം മനസ്സിലാക്കുന്നതായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗം നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ചിന്തയാണ് ഈ ഒരു പേഴ്സൺ. നിങ്ങളുടെ എനർജി ചെക്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൻ്റെ ആയിരുന്നു ഞാൻ ആദ്യമേ നോക്കിയത്. അവരേതായാലും നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. എനിക്ക് നിങ്ങളുടെ എനർജി നോക്കുമ്പോൾ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഈ ഒരു സമയം വളരെ അൺകണ്ടീഷണലായിട്ടുള്ളൊരു പ്രണയം ഉണ്ടെന്നാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണോട് വളരെയധികം സ്നേഹം തോന്നുകയാണ് ഈ ഒരു സമയം. നിങ്ങൾ കരുതുന്നു ഇത് നിങ്ങളുടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ആണെന്ന്. അതായത് ഒരിക്കലും അവസാനിച്ചു പോകാത്ത ഒരു പ്രണയമാണ് നിങ്ങളുടേതെന്ന് നിങ്ങൾ ഈ ഒരു സമയം മനസ്സിലാക്കുന്നു. അത് കാരണം ഒരുപാട് സ്നേഹം ഈ ഒരു വ്യക്തിയോട് ഈ ഒരു സമയം തോന്നുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫ്. അതിനു വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഈ ഒരു സമയം വെയിറ്റ് ചെയ്യുന്നത്. നോക്കാം. നിങ്ങൾ വളരെയധികം സ്ട്രെസ്ഡ് ആണെന്നാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതായത് ഒരുപാട് ഇമോഷണൽ ബർഡൻസ് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നതിലും കൂടുതലായിട്ടുള്ള ഒരു സ്ട്രെസ് ഉള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സണെ ഓർത്തിട്ടുള്ള ആ ഒരു ചിന്തകളായിരിക്കാം. എന്തായാലും നിങ്ങൾക്ക് ആ ഒരു ചിന്തകളെല്ലാം തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഈ ഒരു പേഴ്സണെയും കാത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കാം. പക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ഒരു റിസൾട്ട് ചിലപ്പോൾ കിട്ടുന്നുണ്ടാവില്ല. കാരണം ഇത്രയും നാൾ വെയിറ്റ് ചെയ്തിട്ടും നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കമ്മ്യൂണിക്കേഷനോ അല്ലെങ്കിൽ ഒരു റെസ്പോൺസോ ഒന്നും ഇതുവരെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് കാരണം നിങ്ങൾ വളരെയധികം കുറച്ച് ദേഷ്യത്തിലാണ് നിങ്ങൾക്ക് പേഴ്സണുമായിട്ട് ഒരു കമ്മ്യൂണിക്കേഷനും കാണില്ല. നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ വേണ്ട എന്നുള്ള രീതിയിൽ ഇരിക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾ കുറച്ച് ദേഷ്യത്തിലാണ്. കാരണം നിങ്ങളുടെ പേഴ്സൺ ഇതുവരെയും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്തില്ലല്ലോ, ഇത്രയും നാൾ ഞാൻ വെയിറ്റ് ചെയ്തിട്ടും എനിക്കൊരു റെസ്പോൺസ് തരുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് സീരിയസ് ആയിട്ട് നിൽക്കുന്നുണ്ടായിരിക്കാം. കാരണം നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ഒരുപാട് ട്രോമാസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് ഫിയേഴ്സ് കാണുമായിരിക്കാം. അതായത് ഇനിയും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ പറ്റിച്ചിട്ട് പോകുമോ എന്നൊക്കെയുള്ള ചിന്തകളുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്കും ലൈഫിൽ യാതൊരു സന്തോഷവും ഇല്ലാത്തത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കുറച്ച് ദേഷ്യത്തിലൊക്കെ ആണെങ്കിലും നിങ്ങളുടെ ഉള്ളിലൊരു സങ്കടമുണ്ട്. നിങ്ങളുടെ വ്യക്തി കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സങ്കടമാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളുടെ ചുറ്റും എന്തൊക്കെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എന്തൊക്കെ സന്തോഷങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് അതിലൊന്നും സന്തോഷിക്കാൻ കഴിയാതെ ഇരിക്കുന്നുണ്ടായിരിക്കാം. കാരണം ഏത് സമയം നിങ്ങളുടെ വ്യക്തിയുടെ ഓർമ്മകളായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷനാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി എല്ലാം തുറന്നു പറഞ്ഞ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് സിറ്റുവേഷനെ കുറിച്ചൊരു ക്ലാരിറ്റി വേണം. ആ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ ഇത്രയും കാലം വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതും. നിങ്ങളുടെ എനർജിയിൽ എനിക്ക് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു സൈക്കിൾ എൻഡ് ആയിട്ടുണ്ട് ഓൾറെഡി. കാരണം ഇനി വരാൻ പോകുന്നത് ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിലും
ഒരു പുതിയ തുടക്കമാണ് ഇനി വരാൻ പോകുന്നത്. കാരണം ഇത്രയും നാൾ നിങ്ങൾ രണ്ടുപേരും ഒരു കർമ്മയിലൂടെ ആയിരിക്കാം കടന്നുപോയത്. അതിൻ്റെ പേരിൽ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒത്തിരി അനുഭവിക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ടായിരിക്കാം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇതിനോടകം തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് പഠിച്ചതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ആ ഒരു ലൈഫ് ലെസൺസ് വന്നതുകൊണ്ട് തന്നെ നിങ്ങൾ രണ്ടുപേരും കുറച്ച് സ്ട്രോങ് ആയി മാറുവാനും നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകാനും ഉള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട്. ഏതായാലും ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലോകമാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ചാണ് ഇനി വരാൻ പോകുന്നത്. ദി വീൽ ഓഫ് ഫോർച്യൂൺ, കാലചക്രം നിങ്ങൾക്ക് അനുകൂലമാവുന്നു. അതാണ് നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുത്ത ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടെ പേഴ്സൺ. കാരണം അന്നൊന്നും നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മൈൻഡ് ചെയ്യാത്ത ഒരു സിറ്റുവേഷൻസ് ആയിരിക്കാം ഉണ്ടായിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ഒരുപാട് സ്നേഹം കൊടുക്കുന്നതിലൊക്കെ ഒരു കൺട്രോൾ വെച്ചിട്ടുള്ളതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നേരത്തെ നിങ്ങളുടെ പേഴ്സൺ അതായത് ജസ്റ്റ് ഒന്ന് പിണങ്ങിയാൽ പോലും നിങ്ങൾ ചേസ് ചെയ്ത് പുറകിന് പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ നിങ്ങൾ ചേസിങ് ഒക്കെ നിർത്തിയതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങൾ ആ ഒരു സ്നേഹമാണെങ്കിലും ആ ഒരു വ്യക്തിയുടെ പുറകെ പോകുന്നതാണെങ്കിലും അതെല്ലാം ഒന്ന് കൺട്രോൾ ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ആ ഒരു വ്യക്തി തരുന്നതായിട്ടുള്ള സ്നേഹം, നിങ്ങളുടെ പേഴ്സൺ തരുന്നതായിട്ടുള്ള സ്നേഹം പോരാ എന്നുള്ളൊരു തോന്നൽ വന്ന സമയത്ത് തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ എനർജിയിൽ നിന്ന് മാറിയിട്ടുണ്ടാവാം. കാരണം നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾക്കൊരു സ്നേഹം കിട്ടുന്നില്ല. അപ്പം പിന്നെ നിങ്ങൾ സെൽഫ് ലവിലേക്കൊക്കെ മാറിയിട്ടുണ്ടായിരിക്കാം ഇതിനോടകം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൊടുക്കുന്ന സ്നേഹത്തിനെല്ലാം ഇപ്പോൾ നിങ്ങളൊരു ബൗണ്ടറീസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഓൾറെഡി ലൈഫിൽ ഒരുപാട് ലെസൺസ് നിങ്ങൾ ലേൺ ചെയ്ത് കഴിഞ്ഞു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഫ്യൂച്ചർ നോക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് രണ്ടു പേർക്കും ഒരു നിങ്ങളുടെ പേഴ്സണിൽ നിന്ന് നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ട് എനിക്കിവിടെ കാണുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധം പഴയതിനും ശക്തമായി തിരിച്ചു വരും എന്നുള്ളത് തന്നെയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ ഒരു സമയം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ജഡ്ജ്മെൻ്റാണ് നടക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി പാസ്റ്റിലെ മിസ്റ്റേക്കുകളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് ലൈഫ് ലെസൺസ് പഠിച്ചതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇപ്പോൾ തിരികെ വരണമെന്നുള്ളതാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ ചിന്തിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളെയും കുറച്ച് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളെയും കുറച്ച് സ്ട്രോങ് ആക്കുവാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലൊരു റീബർത്താണ് ഇനി വരാൻ പോകുന്നത്. ഇനിയും നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളോട് പറയാനുള്ളതെന്ന് നോക്കാം. നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ് ഇപ്പോൾ സെപ്പറേറ്റ് ആയി നിൽക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത്, നിങ്ങളോടൊരു കമ്മ്യൂണിക്കേഷൻ വെക്കുകയാണെങ്കിൽ, അതായത് നിങ്ങൾ തമ്മിലൊരു വഴക്കുണ്ടാവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ടെന്നാണ് നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ നിന്ന് കുറച്ച് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു വഴക്കിനോ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷനോ ഒന്നും ഇപ്പോൾ റെഡിയല്ലെന്നാണ് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി പറയാൻ ആഗ്രഹിക്കുകയാണ്, നിനക്കൊന്ന് തന്നുകൂടെ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു. അതായത് നിങ്ങളുടെ പേഴ്സൺ ആ ഒരു വ്യക്തി തോറ്റു പോകാൻ ഇഷ്ടമില്ലാത്ത വ്യക്തിയായിരിക്കാം ലൈഫിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കോംപ്രമൈസിന് ചെല്ലണം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്നതായിട്ടും കാണുന്നു.
എന്തായാലും ഈ ഒരു വ്യക്തി ഇപ്പോൾ വഴക്കിനോ ഒരു കോമ്പറ്റീഷനോ ഒന്നും റെഡിയല്ല. ഇപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. കാരണം ആ ഒരു വ്യക്തിക്ക് പ്രതീക്ഷയുണ്ട്. കാരണം ആ ഒരു വ്യക്തിയുടെ സോൾ ഹീലായി അല്ലെങ്കിൽ റെജുവിനേറ്റായി ഒരു പുതിയൊരു വ്യക്തിയായി മാറി നിങ്ങളിലേക്ക് അവരുടെ സ്നേഹവുമായി എത്തണം എന്നുള്ളത് ഈ ഒരു വ്യക്തി ഇപ്പോൾ പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ വഴക്കിടാനോ ഒന്നും താല്പര്യമില്ല. ആ ഒരു വ്യക്തി ഇപ്പോൾ ഒരു സമാധാനമാണ് ആഗ്രഹിക്കുന്നത്. അവരുടെ സോൾ ഹീലാക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കിപ്പോൾ ഒരു കോമ്പറ്റീഷനൊന്നും തയ്യാറല്ല. എന്തായാലും നിങ്ങളുമായിട്ടൊരു റീയൂണിയൻ തന്നെയാണ് ഈ ഒരു വ്യക്തി ഇപ്പോൾ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആവാനായിട്ടുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ. ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ആയിരിക്കാനായിട്ടുള്ള ചാൻസും കാണുന്നു. അതാണ് നമുക്കിവിടെ ചാരിയറ്റ് കാർഡ് കിട്ടിയത്. എന്താണ് യൂണിവേഴ്സ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്? ഈ ഒരു സമയം യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ സഡനായിട്ടൊരു ചേഞ്ച് വരാൻ പോകുന്നു. അത് ചിലപ്പോൾ പോസിറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആവാം, നെഗറ്റീവായിട്ടുള്ളൊരു ചേഞ്ച് ആവാം. അത് ചിലപ്പോൾ റിലേഷൻഷിപ്പിലും ആവാം, നിങ്ങളുടെ ജീവിതത്തിലും ആവാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെയധികം കരുതിയിരിക്കണം ഈ ഒരു സമയം. നിങ്ങൾ തീയുടെ അടുത്തൊക്കെ പോകുന്നുണ്ടെങ്കിൽ വളരെയധികം സൂക്ഷിക്കണം ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങൾ പുറത്ത് വണ്ടി ഓടിക്കുന്ന ആളൊക്കെ ആണെങ്കിൽ പുറത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ വണ്ടിയിലൊക്കെ പോകുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ യൂണിവേഴ്സ് ഈ ഒരു സമയം പറയുന്നത് നിങ്ങളിപ്പോഴും പാസ്റ്റിൽ തന്നെ സ്റ്റക്കാണെന്നാണ് കാണുന്നത്. അതായത് നിങ്ങൾ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വളരെയധികം വിഷമിച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള സന്തോഷങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അപ്പം അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അൺഹെൽത്തി അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ, ആൽക്കഹോൾ അഡിക്ഷൻ, ഡ്രഗ് അഡിക്ഷൻ, അല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ ഒരുപാട് സമയം സ്പെൻഡ് ചെയ്യുന്നത്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ ഈ ഒരു സമയം അതിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് മാറുക. അതായത് ഒരുപാട് അഡിക്ഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ലൈഫിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സമയം എന്തെങ്കിലും അഡിക്ഷൻസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസ് വളരെയധികം കാണുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ നിങ്ങളൊന്ന് മാറി നിൽക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം ഹീൽ ചെയ്യുക നിങ്ങളുടെ സോളിനെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് മെഡിറ്റേഷൻ ചെയ്യാവുന്നതാണ്. എന്തായാലും ഈ ഒരു സമയം നിങ്ങൾക്ക് ഒരു റെസ്റ്റാണ് ആവശ്യം. അതാണ് യൂണിവേഴ്സ് പറയുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു സഡനായിട്ടുള്ളൊരു ചേഞ്ച് കരുതിയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം എനർജി കിട്ടിയത് 5 ഓഫ് സോർഡ്സ് ആണ്. എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള ചിന്തകളുണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് റിലീസ് ചെയ്യുക. നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക. ഇവിടെ ഒന്ന് ക്ലോസും കൂടി നോക്കട്ടെ. കർക്കിടകം, ചിങ്ങം, മെഡിക്കൽ ഫീൽഡ്, നമ്പർ 14, ലെറ്റർ വി, മേടം, മിഥുനം, വൃശ്ചികം, 1985, 87, 2001, 45, കോഴിക്കോട്, ട്രിവാൻഡ്രം, 64, തുലാം, 3 weeks, 24, ട്യൂസ്ഡേ, പുണർദം, ട്വിൻ ഫ്ലെയിം കണക്ഷൻ, ലെറ്റർ ടി, ചോതി നക്ഷത്രം, ക്രൈസ് ഓൺ വെഹിക്കിൾസ്, 1982, ചതയം, ഇടുക്കി, ലെറ്റർ ഡബ്ല്യു, മകയിരം നക്ഷത്രം, 1 month, 1973, നമ്പർ 2, 57, 1997, നമ്പർ 30, നമ്പർ 16,
ഗ്രേ കളർ ലെറ്റർ യു. 18 October month, number 6. Number 19 driver. 43 maroon color. Atta Nakshatram, number 4. 53 letter Z. 47 Pooradam Nakshatram. Tiruvadira Nakshatram, number 13. Social media 1990 1974 സോഷ്യൽ മീഡിയ 2 തവണ സോഷ്യൽ മീഡിയ വന്നിട്ടുണ്ട്. 2 weeks 1993 ഭരണി നക്ഷത്രം ബാംഗ്ലൂർ. ലെറ്റർ എ കാർത്തിക നക്ഷത്രം ആലപ്പുഴ ഡിസ്ട്രിക്റ്റ്. മജന്ത കളർ ലോങ് നെയിൽ വിത്തിൻ 48 hours. 39 June മൂവീസ്. കളർഡ് ഹെയർ. ഉത്രട്ടാതി നക്ഷത്രം തൃക്കേട്ട നക്ഷത്രം പൂരാട നക്ഷത്രം മുംബൈ. നമ്പർ 31 1998 രേവതി നക്ഷത്രം 48 ലെറ്റർ എൽ. അപ്പം ഇതൊക്കെയാണ് ഇവിടെ കിട്ടിയിരിക്കുന്ന ക്ലൂസ്. നിങ്ങൾ ഈ ഒരു സമയം നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള തോട്ട്സൊക്കെ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക ഈ ഒരു സമയം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു സമയം സഡനായിട്ടുള്ളൊരു ചേഞ്ച് കരുതിയിരിക്കണം. താങ്ക് യു ഫോർ വാച്ചിങ്.